വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്ക്. ഞാൻ പ്രിയങ്ക ഹരി. നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ വരുന്ന നെറ്റ് പരീക്ഷയ്ക്ക് വളരെയധികം ഉപകാരപ്രദമാകുന്ന കുറച്ച് ടോപ്പിക്കുകളെ കുറിച്ചാണ്. അതായത് മാത്സ് ആൻഡ് റീസണിങ് എന്നുള്ള ഭാഗത്തു നിന്നുള്ള ക്വസ്റ്റ്യൻസ് പലർക്കും ബുദ്ധിമുട്ടാണെങ്കിൽ പോലും നല്ല രീതിയിൽ പഠിച്ചാൽ നമുക്ക് മാർക്ക് ഷുവർ ആക്കാം അല്ലെങ്കിൽ ഉറപ്പിക്കാൻ പറ്റുന്ന ഭാഗങ്ങളാണ്. അപ്പോൾ എങ്ങനെയായിരിക്കും അവിടെ നിന്നുള്ള ക്വസ്റ്റ്യൻസ് വരുന്നുണ്ടാവുക, ഏത് രീതിയിൽ പഠിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഡിസ്കസ് ചെയ്യുന്നത്. സോ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നിങ്ങളുടെ സിലബസ് അനുസരിച്ച് നോക്കുകയാണെങ്കിൽ നമ്മുടെ കയ്യിലുള്ള യൂണിറ്റ് 5 അതുപോലെ തന്നെ യൂണിറ്റ് 6 ആൻഡ് യൂണിറ്റ് 7 ഇതെല്ലാമാണ് മാത്സും റീസണിങ് ടോപ്പിക് എന്ന് നമുക്ക് പൊതുവായിട്ട് പറയാൻ സാധിക്കുന്നത്. അതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക് എന്ന് പറയുന്നത് യൂണിറ്റ് 5 മാത്തമാറ്റിക്കൽ റീസണിങ് ആൻഡ് ആപ്റ്റിറ്റ്യൂഡ് എന്നുള്ള ഭാഗമാണ്. നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും ടൈപ്സ് ഓഫ് റീസണിങ് ഏതൊക്കെയാണ് ടോപ്പിക്കുകൾ വരുന്നത്. ടൈപ്സ് ഓഫ് റീസണിങ് ഉണ്ട്, അതുപോലെ തന്നെ നമ്പർ സീരീസ്, ലെറ്റർ സീരീസ്, കോഡ്സ് ആൻഡ് റിലേഷൻഷിപ്സ്. അതുപോലെ മാത്തമാറ്റിക്കൽ ആപ്റ്റിറ്റ്യൂഡിൽ ഫ്രാക്ഷൻ, ടൈം ആൻഡ് ഡിസ്റ്റൻസ്, റേഷ്യോ, പ്രൊപ്പോർഷൻ ആൻഡ് പെർസെൻറ്റേജ്, പ്രോഫിറ്റ് ആൻഡ് ലോസ്, ഇൻട്രസ്റ്റ് ആൻഡ് ഡിസ്കൗണ്ടിങ്, ആവറേജസ് എക്സെട്ര. ഇതാണ് ഇത്രയും ടോപ്പിക്കുകൾ. ഇതിൽ നിന്നെല്ലാം നിങ്ങൾക്ക് മാത്സ് റിലേറ്റഡ് ടോപ്പിക് ആയിട്ട് അല്ലെങ്കിൽ മാത്സ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ് വരിക. പലപ്പോഴും അത് അപ്ലിക്കേഷൻ ലെവലുള്ള ക്വസ്റ്റ്യൻസും വരാൻ സാധ്യതയുണ്ട്. എന്നാൽ നെക്സ്റ്റ് ലോജിക്കൽ റീസണിങ് ആണ്. ലോജിക്കൽ റീസണിങ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, അതായത് ചിലപ്പോൾ കോഡിങ്, ഡീകോഡിങ് വെച്ച് ചെയ്യുന്ന പ്രോബ്ലംസ് ആയിരിക്കും. അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അനലോഗി ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. വെൻ ഡയഗ്രാം യൂസ് ചെയ്ത് ചെയ്യേണ്ട ക്വസ്റ്റ്യൻസ് എല്ലാം ഇതിനകത്താണ് വരിക. ഇനി ഡാറ്റ ഇൻ്റർപ്രിട്ടേഷൻ എന്ന് പറയുന്നത് നമ്മൾ സാധാരണ സ്റ്റാറ്റിസ്റ്റിക്സിലൊക്കെ പഠിച്ച ബാർ ഡയഗ്രാം, ഹിസ്റ്റോഗ്രാം, പൈ ഡയഗ്രാം അങ്ങനെയുള്ള ഡയഗ്രാംസ് തന്നിട്ടോ അല്ലെങ്കിൽ ഒരു ബോക്സിൽ ഡാറ്റ തന്നിട്ട് അതിൽ നിന്നും ഡാറ്റ ഇൻ്റർപ്രറ്റ് ചെയ്ത് സാധാരണ മാത്തമാറ്റിക്സ്, ഇപ്പോൾ നമ്മൾ മാത്തമാറ്റിക്സിൽ പറഞ്ഞില്ലേ ഈ ഒരു മാത്തമാറ്റിക്കൽ റീസണിങ് ആൻഡ് ആപ്റ്റിറ്റ്യൂഡ് എന്ന ഭാഗത്തു നിന്ന് വരുന്ന ടോപ്പിക് റിലേറ്റഡ് ആവറേജോ റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷനോ ഒക്കെ യൂസ് ചെയ്ത് ചെയ്യുന്ന പ്രോബ്ലംസ് ആണ് ആ ഭാഗത്ത് വരുന്നുണ്ടാവുക. ഓക്കെ, എങ്കിൽ പോലും നമുക്ക് ഏകദേശം ഉറപ്പിക്കാൻ സാധിക്കുന്ന കുറച്ച് ടോപ്പിക്കുകളുണ്ട്. മാക്സിമം നമ്പർ ഓഫ് ടൈംസ് ചോദിച്ച ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. അത് ഏതൊക്കെയാണെന്ന് ഞാൻ പറയാം, ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യാം. നല്ല രീതിയിൽ നിങ്ങൾക്ക് ഈ ഒരു ഭാഗം പഠിച്ചാൽ നമുക്ക് ടെൻഷൻ ഫ്രീ ആയിട്ട് തന്നെ നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. വളരെ എളുപ്പത്തിൽ പഠിക്കാൻ പറ്റുന്ന കുറച്ച് ടോപ്പിക്കുകളാണ്. നിങ്ങൾ പഠിക്കുന്നതാണ് ഏതാ, റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻ എന്നുള്ള ഭാഗം. ഏതാണ് റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻ? ഇതിൽ നിന്നും നമ്മൾ സാധാരണ വരുന്നത് വളരെ ചെറിയ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് തൊട്ട് ഇത്തിരി വലിയ നമ്പേഴ്സ്, ഇതിൽ വേറെ വലിയ കോംപ്ലിക്കേഷൻസ് ഒന്നും വരില്ല. നമ്പേഴ്സിൻ്റെ വലിപ്പമാണ് നമുക്ക് ഇത്തിരി കോംപ്ലിക്കേഷൻ വരുത്തുന്ന ഒരു ഭാഗം എന്ന് പറയുന്നത്. അതായത് 2:3 എന്നുള്ള സാധാരണ റേഷ്യോ നമുക്കറിയാം. ചിലപ്പോൾ നിങ്ങൾക്ക് വരുന്ന ഇത്തിരി വലിയ റേഷ്യോ ആയിരിക്കും. 17:35 അങ്ങനെയുള്ള ഇത്തിരി വലിയ നമ്പേഴ്സ് റേഷ്യോ ആയിട്ട് വരുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുണ്ട്. സോ അവിടെ വരുന്ന കോംപ്ലിക്കേഷൻ അത്ര മാത്രമായിരിക്കും. ഇനി വരുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾക്ക് നല്ല രീതിയിൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ടോപ്പിക്കാണ് ആവറേജ് എന്ന് പറയുന്നത്. ആവറേജ് എന്ന ഭാഗത്ത് നിന്നും നമ്മൾ സാധാരണ നമ്മുടെ ചാനലിൽ തന്നെ, ഈ നെറ്റിൻ്റെ ചാനലിൽ തന്നെ കുറേ പ്രോബ്ലംസ് കിടക്കുന്നുണ്ട്. അല്ലാതെ നമ്മൾ ലൈവ് ക്ലാസ്സുകളിലൊക്കെ പറയാറുണ്ട്. എന്താണ് ആവറേജിൻ്റെ ഭാഗത്ത് നിന്ന് വരുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്? നിങ്ങൾക്ക് വേറെ ഒരു ഫോർമുലയുടെയും ആവശ്യമില്ല. എന്തായിരിക്കും ആവറേജ് എന്ന് പറഞ്ഞാൽ നമ്മൾ ചെറിയ ക്ലാസ് തൊട്ട് പഠിച്ചു വരുന്ന കാര്യമാണ് അല്ലേ. ടോട്ടൽ, അതായത് സം ഓഫ് ദി ഒബ്സർവേഷൻ ഡിവൈഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഒബ്സർവേഷൻ ആണ്. ഈ ഒരു ബേസിക് കോൺസെപ്റ്റ് വെച്ചിട്ടാണ് നിങ്ങൾക്ക് അവിടെ ക്വസ്റ്റ്യൻസ് വരിക. ഓക്കെ, അപ്പോൾ ആവറേജിൽ നമുക്ക് വലിയ നമ്പേഴ്സ് തരാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഒരു 12 നമ്പേഴ്സിൻ്റെ ആവറേജ് തന്നിട്ടുണ്ടാവും. എന്നിട്ട് ഫസ്റ്റ് 6 ലാസ്റ്റ് 6 അല്ലെങ്കിൽ അങ്ങനെ തന്ന നടുവിലുള്ള നമ്പർ കണ്ടുപിടിക്കാൻ, അങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിരിക്കും അപ്ലിക്കേഷൻ ലെവലിൽ വരുന്നുണ്ടാവുക. അതുപോലെ തന്നെ എല്ലാ ഒബ്സർവേഷനിലും ഒരു പെർട്ടിക്കുലർ നമ്പർ ആഡ് ചെയ്തു, സബ്ട്രാക്ട് ചെയ്തു, മൾട്ടിപ്ലൈ ചെയ്തു. സോ ആവറേജിൽ വരുന്ന മാറ്റം എന്താണ്? ആ ഒരു ടൈപ്പിലുള്ള ക്വസ്റ്റ്യൻസും ആവറേജിൻ്റെ ഭാഗത്തുനിന്ന് വരും. പിന്നെ ഇത്തിരി കൂടി കോംപ്ലിക്കേറ്റഡ് ആയിട്ട് വരാൻ സാധ്യത എന്ന് പറയുന്നത് എന്തായിരിക്കും? കുറച്ച് നമ്പേഴ്സ് തന്നിട്ടുണ്ട്, അതിൽ ഒരു പെർട്ടിക്കുലർ നമ്പേഴ്സ് ബൈ മിസ്റ്റേക്ക് വേറെ ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്തു. ഓക്കെ, അപ്പോൾ എന്തായിരിക്കും വരിക? ഇതാണ് ബേസിക് ആയിട്ട് വരിക. ഇനി ആവറേജ് വരുന്നത് എവിടെയായിരിക്കും? ആവറേജ് ആണെങ്കിലും റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷനും വരുന്നത് നമ്മുടെ ഡാറ്റ ഇൻ്റർപ്രിട്ടേഷൻ എന്നുള്ള ഭാഗത്തായിരിക്കും. അവിടെ വലിയ വലിയ നമ്പേഴ്സ് ആയിരിക്കും, ഒരു 4 ഡിജിറ്റ് നമ്പറൊക്കെ തന്നിട്ടുണ്ടാവും. അത് വെച്ചായിരിക്കും നിങ്ങൾ റേഷ്യോ കാണുന്നുണ്ടാവുക അല്ലെങ്കിൽ ആവറേജ് കാണുന്നുണ്ടാവുക. സോ അവിടെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ടൈം കൺസ്യൂമിംഗ് ആയിട്ട് തോന്നാം. അതെങ്ങനെ ഒഴിവാക്കാം? വേറെ ഒരു വഴിയില്ല, ബൈ പ്രാക്ടീസ്. ഓക്കെ,
റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻ, ആവറേജ്, അങ്ങനത്തെ ഒരു സിമ്പിൾ മാത്തമാറ്റിക്കൽ ടോപ്പിക്കിലുള്ള ക്വസ്റ്റ്യൻസ് വളരെ നന്നായിട്ട് പെട്ടെന്ന് ചെയ്യാനുള്ള വഴി എന്ന് പറയുന്നത് പ്രാക്ടീസ് തന്നെയാണ്. അങ്ങനെ പ്രാക്ടീസിലൂടെ ചെയ്താൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഫിംഗർ ടിപ്പിൽ ആൻസർ കിട്ടുന്നതായിരിക്കും. ഓക്കെ, ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് ടൈം ആൻഡ് വർക്കും അതുപോലെ തന്നെ ടൈം ആൻഡ് ഡിസ്റ്റൻസ് എന്നുള്ള ടോപ്പിക്ക്. അപ്പോൾ ടൈം ആൻഡ് വർക്ക്, ടൈം ആൻഡ് ഡിസ്റ്റൻസ്. അതിൽ ടൈം ആൻഡ് വർക്ക് പലപ്പോഴും നിങ്ങൾ ഫോർമുല യൂസ് ചെയ്ത് ചെയ്യുന്ന പ്രോബ്ലംസ് ആയിരിക്കും. പക്ഷെ നമുക്കത് ടൈം ആൻഡ് വർക്ക് വിത്തൗട്ട് ഫോർമുല നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എഫിഷ്യൻസി, ലോജിക് യൂസ് ചെയ്ത് ചെയ്യാൻ പറ്റും. ഓക്കെ, അതിന് ബേസിക് ആയിട്ട് വേണ്ടത് എന്താണ്? ഒരാളുടെ എഫിഷ്യൻസി എങ്ങനെയാണെന്ന് മനസ്സിലാക്കുക. ടൈം ആൻഡ് വർക്ക് അത് എത്ര പേരാണെങ്കിലും ശരി, നമുക്ക് ചിലപ്പോൾ ഒരു കോംബോ ആയിട്ടായിരിക്കും വരിക. അതായത് ഇത്ര മെൻ, ഇത്ര വുമൺ, അല്ലെങ്കിൽ ഇത്ര മെൻ, ഇത്ര വുമൺ, ഇത്ര കിഡ്സ് ചേർന്നൊരു വർക്ക് കംപ്ലീറ്റ് ചെയ്യുന്നു എങ്കിൽ ഇത്ര പേർക്ക് എത്ര ദിവസം എടുക്കും, അങ്ങനെയുള്ള ടോപ്പിക്സ് ഒക്കെ വരും അല്ലേ. അപ്പോൾ അവിടെയൊക്കെ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? എഫിഷ്യൻസി എന്നുള്ളൊരു കോൺസെപ്റ്റ് യൂസ് ചെയ്ത് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി എളുപ്പമായിരിക്കും. അതുപോലെ തന്നെയാണ് ടൈം ആൻഡ് ഡിസ്റ്റൻസ്. അവിടെ നിങ്ങൾക്ക് വേണ്ടത് ഒരൊറ്റ ഫോർമുലയാണ്. എന്താണ്? സ്പീഡ് എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ബൈ ടൈം. ഓക്കെ, ഇനി അതിനെ മീറ്റർ പെർ സെക്കൻഡിലോട്ട് കൺവേർട്ട് ചെയ്യാൻ, അതുപോലെ കിലോമീറ്റർ പെർ അവറിലോട്ട് കൺവേർട്ട് ചെയ്യാൻ, അങ്ങനത്തെ സാധാരണ രീതി ഒന്നും നിങ്ങൾ ഫോർമുല ബൈ ഹാർട്ട് ചെയ്യണ്ട. അല്ലാതെ തന്നെ നമുക്ക് നമ്മുടെ അറിവിൽ നമുക്ക് കുറേ കാര്യങ്ങൾ അറിയാം. ആ ഒരു അറിവ് വെച്ച് ചെയ്യാവുന്ന പ്രോബ്ലംസ് ആയിരിക്കും. സോ നിങ്ങൾക്ക് എഫേർട്ട് കുറഞ്ഞ്, വളരെയധികം എഫേർട്ട് കുറച്ച് ഈ ഒരു ഭാഗത്തു നിന്ന് വരുന്ന മാക്സിമം മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. ഓക്കെ, അപ്പം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെയധികം പോസിറ്റീവായിട്ട് നിങ്ങൾക്ക് വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ളൊരു ഭാഗം തന്നെയാണ് ഞാൻ പറഞ്ഞ ഈ 3 യൂണിറ്റുകൾ. അപ്പോൾ ഈ 3 യൂണിറ്റുകൾ നിങ്ങൾ നന്നായി കോൺസെൻട്രേറ്റ് ചെയ്താൽ നിങ്ങൾക്ക് ആ പേപ്പർ 1 നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഈ ഒരു ഭാഗത്തെക്കുറിച്ചുള്ളൊരു ക്ലിയർ ആയിട്ട് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു, പ്രത്യേകിച്ച് ആദ്യമായിട്ട് നെറ്റ് പരീക്ഷയ്ക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന വ്യക്തികൾക്ക്. ഓക്കെ, അപ്പോൾ സോ നിങ്ങൾക്ക് ഈ ഒരു രീതിയിൽ സിസ്റ്റമാറ്റിക് ആയിട്ട് കണക്ട് ചെയ്ത് പഠിക്കാൻ സാധിക്കുകയാണെങ്കിൽ ഷുവറായിട്ടും ഈ വരുന്ന നെറ്റ് പരീക്ഷ നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ സാധിക്കും. ഓക്കെ, ഇപ്പം ഞാൻ പറഞ്ഞത് മാത്സും റീസണിങ് റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്കുകളെ കുറിച്ചാണ്. ഇത് മാത്രമാണോ നമ്മുടെ സിലബസിലുള്ളത്? അല്ല അല്ലേ, തീർച്ചയായും അല്ല. ഇതല്ലാതെ റിസർച്ച് മെത്തഡോളജിയുടെ ഭാഗത്തുനിന്ന് വരുന്നത്, ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിൻ്റെ ഭാഗത്തുനിന്ന് അങ്ങനെയുള്ള ടോപ്പിക്കുകളൊക്കെ നമുക്ക് വരുന്നുണ്ട് അല്ലേ, കോംപ്രിഹെൻഷൻ വരുന്നുണ്ട്. സോ ഈ ഭാഗങ്ങളും കൂടി നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്താൽ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്ക് വലിയ ടെൻഷൻ ഇല്ലാതെ തന്നെ പേപ്പർ 1 ക്ലിയർ ചെയ്യാൻ സാധിക്കും. സോ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് പഠിക്കാൻ ആഗ്രഹമുണ്ട്, ഇനി വരുന്ന ഈ ഒരു നെറ്റ് പരീക്ഷ പാസ്സാക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഷുവറായിട്ടും ഈ കാണുന്ന നമ്പറിൽ ഇപ്പോൾ തന്നെ കോൺടാക്റ്റ് ചെയ്യുക. കാരണം കോമ്പറ്റേറ്റീവ് ക്രാക്കറിൽ ഈ വരുന്ന ജൂണിൽ വരുന്ന നെറ്റ് പരീക്ഷയ്ക്കായിട്ട് പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ CCയോട് കൂടി പഠിച്ചാൽ നിങ്ങൾക്ക് ഷുവറായിട്ടും ടെൻഷൻ ഫ്രീ ആയിട്ട് നല്ല രീതിയിൽ നെറ്റ് ക്വാളിഫൈ ചെയ്യാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ വീണ്ടും ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് വീഡിയോസായിട്ട് കാണാം. അപ്പോൾ വീണ്ടും മറക്കേണ്ട, പുതിയ കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുവാണ്, ഇപ്പോൾ തന്നെ വിളിച്ച് ജോയിൻ ചെയ്യാം. വീണ്ടും കാണാം. താങ്ക്